ഇത് ഈ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ട 30 വയസ്സിന് താഴെയുള്ള 4 ചെറുപ്പക്കാരാണ്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന മരണവാർത്തകളുടെ കണക്കു മാത്രമാണിത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇതിലും കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ പൊതുസമൂഹം ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ലായെങ്കിൽ വരും കാലങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും. നാളെയുടെ പ്രതീക്ഷകളാകേണ്ട, വീടിന്റെ നെടുംതൂണാകേണ്ട ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ സങ്കടപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ആശങ്കയ്ക്കിടയാക്കുന്നതുമായ ഒരു കാര്യമാണ്. ഈ മാസം 19-നാണ് മലപ്പുറം കോഴിച്ചന സ്വദേശിയായ പരേതനായ മാതോളി മരക്കാരുടെ മകൻ ആസിഫ് മാതോളി എന്ന 26-കാരൻ മരണപ്പെടുന്നത്. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, യുവാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ 9 മാസം ഗർഭിണിയായിരുന്നു എന്നതാണ്. ഭർത്താവ് മരണപ്പെട്ട 6-ാമത്തെ ദിവസം ഇവർ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അവസാനമായി തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെയാണ് യുവാവിനെ വിധി തട്ടിയെടുത്തത്. സന്തോഷത്തോടെ കുഞ്ഞിനെ വരവേൽക്കേണ്ട സമയത്ത് തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ കുഞ്ഞു കവളത്ത് ഒരു മുത്തം നൽകാനോ പ്രിയപ്പെട്ടവൻ ഇനിയൊരിക്കലും വരില്ല എന്ന യാഥാർത്ഥ്യം ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാകില്ല. ഇത്തരത്തിലുള്ള മരണം ആ കുടുംബത്തിന് നൽകുന്ന വേദന എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. മലപ്പുറം എടവണ്ണപ്പാറ സ്വദേശി ഊട്ടുപാറയ്ക്കൽ മുഹമ്മദ് ജുമാൻ എന്ന 24-കാരനും ദിവസങ്ങൾക്ക് മുൻപാണ് മരണത്തിന് കീഴടങ്ങിയത്. വിവാഹം നിശ്ചയിച്ചിരുന്ന ജുമാൻ 2 മാസങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഉംറയ്ക്ക് ശേഷം വിശ്രമിക്കുന്നതിനിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് രാത്രിയോടുകൂടി തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുൻപാണ് കീരപ്പള്ളി സ്വദേശിയായ പ്രകാശൻ എന്ന 27-കാരനും ആകസ്മികമായി മരണത്തിന് കീഴടങ്ങുന്നത്. റിയാദിലെ ജോലിസ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ 23-നാണ് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ മനീഷ് മനോഹരൻ എന്ന 27-കാരൻ കുവൈത്തിൽ മരണപ്പെടുന്നത്. കുവൈറ്റിലെ മാംഗോ ഹൈപ്പർ മാർക്കറ്റ് ജീവനക്കാരനായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 4 യുവാക്കളുടെയും മരണം സംഭവിച്ചിരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് എന്നതാണ്. ഇത്തരത്തിൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളോ മുന്നറിയിപ്പോ ഒന്നും കൂടാതെ ആകസ്മികമായി മരണപ്പെടുന്ന യുവാക്കളുടെ എണ്ണം നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം മരണങ്ങൾ നമ്മുടെ സർക്കാരും ആരോഗ്യ മേഖലയും പൊതുസമൂഹവുമെല്ലാം ഗൗരവകരമായി തന്നെ ചർച്ച ചെയ്യുകയും അതിന് കൃത്യമായ ഒരു കാരണം കണ്ടെത്തുകയും വേണം. കോവിഡിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത് സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. 2021 ഒക്ടോബർ 1 മുതൽ 2023 മാർച്ച് 31 വരെ ICMR നടത്തിയ പഠനത്തിൽ പറയുന്നത് യുവാക്കൾക്കിടയിൽ പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചു വന്നത് കോവിഡ് വാക്സിനുകൾ മൂലമല്ല എന്നതാണ്. മറിച്ച് കോവിഡ് രോഗം ഗുരുതരമായി ബാധിച്ചതും മദ്യപാനമടക്കമുള്ള ജീവിത ശൈലികളുമാണ് മരണത്തിലേക്ക് ആളുകളെ നയിക്കുന്നത് എന്നതുമാണ് കണ്ടെത്തൽ. കോവിഡ് ബാധിതരായതിന് പിന്നാലെയുള്ള ആരോഗ്യാവസ്ഥ കണക്കിലെടുക്കാതെ കഠിനമായ വ്യായാമം അപകടകരമാണെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഉപയോഗവും ഇത്തരത്തിലുള്ള അസ്വാഭാവിക മരണങ്ങൾക്ക് കാരണമാകുന്നതായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിലൂടെ കണ്ടെത്തിയിരുന്നു. ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായ ഉപയോഗം ഹൃദയധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നുവെന്നും ഇത് ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. മരണപ്പെട്ടവരുടെ വയറ്റിൽ എണ്ണയിൽ പൊരിച്ച ഇറച്ചി ഉൾപ്പെടെയുള്ളവ ദഹിക്കാത്ത രൂപത്തിലാണെന്നും പറയുന്നു. രാത്രികാലങ്ങളിൽ വിശ്രമിക്കേണ്ട ഹൃദയം ഭക്ഷണത്തിന്റെ ദഹന പ്രക്രിയയ്ക്കായി അമിത ഭാരം ഏറ്റെടുക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിക്കുന്നത് അനാരോഗ്യകരമാണെന്നും ശരിയായ ഭക്ഷണക്രമം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നുവെന്നും പഠനത്തിൽ പറയുന്നു.